ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അർബണൈസേഷൻ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ അർബണൈസേഷൻ. സസ്റ്റൈനബിൾ അർബണൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ അർബൺ ഏരിയാസ് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, the word in becoming more urban with more and more people moving from rural areas to urban areas. The reason why people move from rural areas to urban areas can be classified into two. അപ്പം റൂറൽ ഏരിയാസിന് അർബൺ ഏരിയാസിലെ ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിന് രണ്ട് റീസൺസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൺ, പുഷ് ഫാക്ടേഴ്സ് ആൻഡ് ദെൻ പുൾ ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടേഴ്സ് മീൻസ് നെഗറ്റീവ് റീസൺസ്. The factors that encourage people to leave rural areas. റൂറൽ ഏരിയാസിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ അർബൺ ഏരിയാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പുഷ് ഫാക്ടേഴ്സ് മീൻസ് നെഗറ്റീവ് റീസൺസ് ആയിരിക്കും. അപ്പം അവർക്ക് ഈ റൂറൽ ഏരിയാസ് മടുത്തിട്ട് നമ്മൾ പൊസിഷൻ മാറ്റുമല്ലോ, പ്ലേസ് മാറ്റിയിട്ട് അർബൺ ഏരിയാസിലേക്ക് സിറ്റീസിലൊക്കെ പോയിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അങ്ങനെയുള്ള റീസൺസിനാണ് പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പുൾ ഫാക്ടേഴ്സ് മീൻസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അട്രാക്ട് പീപ്പിൾ ടു അർബൺ ഏരിയാസ്. ക്ലിയർ? Many challenges such as congestion, lack of funds to provide basic services, shortage of adequate housing, poverty, deteriorating environment, etc. do exist in cities along with opportunities. Opportunities like job opportunities, better transportation facilities, educational, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എക്സെട്ര. അല്ലേ, നമ്മൾ റൂറൽ ഏരിയാസിൽ നിന്ന് അർബൺ ഏരിയാസിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ റൂറൽ ഗ്രാമേക്കാളും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും സിറ്റീസിൽ. അതുപോലെ ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആണ്. പിന്നെ എഡ്യൂക്കേഷൻ, ബെറ്റർ എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ അല്ലേ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ റൂറൽ ഏരിയാസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ അർബൺ ഏരിയാസിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് അർബൺ ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. This necessitates the policymakers to develop an integrated strategy for making cities thriving centers of sustainable development and innovation. It is somehow surprising. It is only recently that cities and urbanization process started to be looked at through sustainable lens. അപ്പം ഈ ഇടക്കാലത്താണ് ഇങ്ങനെ ഈ ആശയങ്ങൾ കൂടുതലായിട്ടും മുന്നോട്ട് വന്നത്. അത് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനാണ് അല്ലെ. അർബൺ ഏരിയാസ് റൂറൽ ഏരിയാസിനേക്കാളും കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ഇത് നമ്മൾ റൂറൽ ഏരിയാസിന് അർബൺ ഏരിയാസിലേക്ക് പോകുമ്പോൾ പുഷ് ഫാക്ടേഴ്സും പുൾ ഫാക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ്. അപ്പം ഇതിനെ തന്നെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫാക്ടേഴ്സിനെ. എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ പുഷ് ഫാക്ടർ, എക്കണോമിക് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്, പുഷ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് റൂറൽ ഏരിയാസിലുള്ള കാര്യങ്ങൾ. റൂറൽ ഏരിയാസിൽ നിന്നും അങ്ങോട്ടേക്ക് അർബൺ ഏരിയാസിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. നോ ജോബ്, നോ മണി, ലെസ് ചോയ്സ്. ലോട്ട്സ് ഓഫ് ചോയ്സ് ഇല്ല. ലോട്ട്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് പുൾ ഫാക്ടേഴ്സിലാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. പുഷ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം റൂറൽ ഏരിയാസിലുള്ളവർക്ക് എക്കണോമിക്കലി നോ ജോബ് ഉണ്ടാവും. നോ ജോബ് ആയിരിക്കും. മിക്ക ആൾക്കാർക്കും ജോബ് ഉണ്ടാവില്ല. നോ മണി, ലെസ് ചോയ്സ്. കാശ് ഉണ്ടാവില്ല, ലെസ് ചോയ്സ് ആണ്. അവർക്ക് ഓരോ കാര്യത്തിനും ചോയ്സസ് കുറവായിരിക്കും. പക്ഷെ പുൾ ഫാക്ടേഴ്സ് അങ്ങോട്ടേക്ക് അർബൺ ഏരിയാസിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പോസിറ്റീവായിട്ട് ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവിടെ എക്കണോമിക്കലി സ്റ്റേബിൾ വിചാരിച്ച പോലെയുള്ള കൂടുതലും ഈ റൂറൽ ഏരിയാസിനേക്കാളും പ്രൈസ് ലോ ആയിരിക്കും, ലോ പ്രൈസ് ആയിരിക്കും. അതുപോലെ ലോട്ട്സ് ഓഫ് ചോയ്സസ് അത് പിന്നെ നമുക്ക് നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോയ്സ് അവൈലബിൾ ആണ്. ദെൻ സോഷ്യൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ റൂറൽ ഏരിയാസിൽ പുവർ എഡ്യൂക്കേഷൻ ആയിരിക്കും. പുവർ എഡ്യൂക്കേഷൻ, പുവർ ഹെൽത്ത്, അൺഎംപ്ലോയ്മെന്റ്, നോ സോഷ്യൽ സെക്യൂരിറ്റി അവൈലബിൾ. ഇനി
pull factor Oi, passa aí.
ഓക്കെ, ഞാനും പോട്ടെ. ഇതൊന്നും ഒച്ചപ്പാടൊന്നുമില്ലാത്ത കുറെ സമയം മിസ്സിനെ റേഞ്ച് കട്ടായി. എന്റെ റേഞ്ച് വേറല്ല, മിസ്സിന്റെ വേറെ. ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ആരെങ്കിലും?
ഹലോ, ഹലോ, ഓഡിബിൾ അല്ലേ? മിസ് കേൾക്കുന്നുണ്ട്. ഏത് ടോപ്പിക് മുതലാണ് കട്ടായത്? പുഷും പുള്ളും ഫാക്ടേഴ്സ് 2 ടേബിളിലാക്കിയിട്ട് പറയുന്നില്ല, അവിടെ നിന്ന് വെച്ചിട്ട്. ഓക്കെ. പുഷ് ഫാക്ടേഴ്സ്, പുൾ ഫാക്ടേഴ്സ്. ഓക്കെ, അത് പറഞ്ഞില്ലേ? പുഷ് ഫാക്ടേഴ്സിൽ എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതുപോലെ പുൾ ഫാക്ടേഴ്സിലും നമ്മൾ urban ഏരിയാസിലേക്ക് പുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ, പൊളിറ്റിക്കൽ. ഇത് ഫുള്ള് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും ഓക്കെ ആയിരുന്നോ? ഇല്ല, മുഴുവനും കേട്ടില്ല. സോഷ്യൽ എത്തുമ്പോൾ തോന്നുന്നു പോയി. അതെ, ഓക്കെ. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പുഷ് ഫാക്ടേഴ്സിൽ നോ എംപ്ലോയ്മെന്റ്, നോ സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ ഫാക്ടർ, പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗുഡ് എഡ്യൂക്കേഷൻ, കെയർ, ഗുഡ് ഫെസിലിറ്റീസ്. അല്ലെ, നമ്മൾ റൂറൽ ഏരിയാസിലൊക്കെ എഡ്യൂക്കേഷനൊക്കെ പൂർ എഡ്യൂക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പൂർ എഡ്യൂക്കേഷൻ ആയിരിക്കും. അതുപോലെ പൂർ ഹെൽത്ത് കെയർ ആയിരിക്കും, അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, സോഷ്യൽ സെക്യൂർഡ് ആയിരിക്കില്ല. ബട്ട് പുൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും. അർബൺ ഏരിയാസിലേക്ക് ഗുഡ് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരിക്കും, ഗുഡ് ഹെൽത്ത് കെയർ അവൈലബിൾ ആണ്, ഗുഡ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. ദോർഫോർ കൂടുതൽ ആൾക്കാരും ഈ അവിടെ അർബൺ ഏരിയാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്നു. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ റൂറൽ ഏരിയാസിലെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വെതർ ആയിരിക്കും. ദെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ ഉണ്ട്. എക്സ്ട്രീം വെതർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം റൂറൽ ഏരിയാസിലൊക്കെ ഏതെങ്കിലും ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ, ഇപ്പം വെയിലുള്ള സമയമാണെങ്കിൽ ഫുൾ ഡേ വെയിലായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര ഹോട്ടായിരിക്കും അറ്റ്മോസ്ഫിയർ. ഓർ മഴയുള്ള സമയത്താണെങ്കിലും എക്സ്ട്രീം ലെവലിലായിരിക്കും മഴ ഉണ്ടാവുന്നത്, അല്ലെ? ഫ്ലഡ് പോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് urban ഏരിയാസിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഫ്ലഡ് ഒക്കെ, പക്ഷെ കമ്പാരിറ്റീവ്ലി റൂറൽ ഏരിയാസിനേക്കാളും കുറവാണ്. ഓക്കെ, അവിടെ ഫൈൻ വെതർ ആയിരിക്കും. ദെൻ ലോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ റൂറൽ ഏരിയാസിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ നൈസ് എൻവയോൺമെന്റ് ആൻഡ് ക്ലീൻ വാട്ടർ പ്രൊവൈഡിങ്. ദെൻ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാർ, ടൈറാനിക്കൽ കറപ്ഷൻ, ഇതൊക്കെ പുഷ് ഫാക്ടേഴ്സ് ആണ്. പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് urban ഏരിയാസിൽ ഗുഡ് ഗവൺമെന്റും ലെസ് കറപ്ഷനും. അഭിനവനെ കേറാൻ പറ്റുന്ന പറഞ്ഞു. അഭിനവോ? അഭിനവിന് കേറാൻ പറ്റുന്ന പറഞ്ഞു. അതെന്തേ? ഇത്ര സമയത്ത് എൻട്രി ചെയ്തില്ലായിരുന്നോ? ഇത്ര സമയത്ത് എൻട്രി ആയില്ലേ? ഉണ്ടായിന് മിസ് പോയപ്പം പോയതാന്ന്. ആണോ? പിന്നെന്താ കേറാൻ കഴിയാത്തെ? ഇവിടെ നെറ്റ് കട്ടായതാ, അവിടെയോ? ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ. When some principle have to be practiced to develop an integrated strategy for making existing urban areas thriving centers of sustainable development and innovation, which are minimizing of material input which enter into a production and consumption in rural areas. റൂറൽസിലേക്ക് നമുക്ക് ഒരു പ്രൊഡക്ഷൻ കൺസംഷനിൽ
മിനിമം മെറ്റീരിയൽ മാത്രം ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ മതി. ദെൻ മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾ മെറ്റീരിയൽ. പിന്നെ റീയൂസും റീസൈക്കിളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ urban ഏരിയാസിലെ. ദെൻ മിനിമൈസേഷൻ ഓഫ് പൊല്യൂഷൻ ആൻഡ് വേസ്റ്റ് ഡിസ്ചാർജ്. പൊല്യൂഷൻ കുറവായിരിക്കും, പൊല്യൂഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വേസ്റ്റ് ഡിസ്ചാർജ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊക്കെ മിനിമൈസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സസ്റ്റൈനബിൾ urbanization ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട് വിച്ച് എൻറ്റർ ഇൻ ടു പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇൻ urban areas, മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് of reused and recycled material in urban areas, and minimization of pollution and waste discharged from urban areas into nature. And then given below are some of the measures to be practiced for making areas move towards the goal of sustainable urbanization. അപ്പം ഇപ്പോൾ ഉള്ള urban areasനെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെഷേഴ്സ്. ഓക്കെ, അതെന്താണ് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഷുഡ് സ്വിച്ച് ടു ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജീസ് ആസ് പോസിബിൾ, ദസ് മാനേജിംഗ് ദ existing resource in a more efficient manner. The next, appropriate development of the existing basic urban infrastructure to provide water, sanitation, housing for urban residents. Then proper design or planning measures from a local government should be implemented to contain the urban sprawl, thus moving towards the path of sustainability. Then monitoring and improving air quality in built environment and cities. Then integration of 4 pillars. അത് very very important ആണ്. എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ആൻഡ് ഫിസിക്കൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. ഇത്രയും പില്ലേഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു പില്ലർ ഇൻബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പില്ലേഴ്സും അല്ലെ, സസ്റ്റൈനബിൾ പില്ലേഴ്സ് ഒക്കെ ഒരേ ലെവലിൽ നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ എനർജി എഫിഷ്യൻറ്റ് ആൻഡ് ലോ കാർബൺ ബിൽഡിങ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ മേക്ക് സിറ്റീസ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻസ്. നമ്മൾ പറഞ്ഞു, ഇനി എനർജി എഫിഷ്യൻറ്റ് ബിൽഡിങ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ കാർബൺ എമിഷൻസ് ഉണ്ടാകുന്ന വിധത്തിൽ നമ്മൾ ബിൽഡിംഗ് ജനറേറ്റ് ചെയ്യാം. Then improved infrastructure between rural areas and urban areas increases the rural productivity and enhances rural residents' access to education, healthcare, etc. In smart energy generation such as tapping the maximum amount of renewable energy sources and putting a control over utilization of conventional energy sources. That at the social level, concerns from the urban majority should be given prior attention. Then huge investment is required to attain the goal of urban sustainability, as investment is the catalyst required for the same. City transport has to be planned properly to reduce carbon emissions. And practices sustainable water harvesting and management and water treatment should be promoted. Then robust engineering for sustainable cities in developing countries that cuts across environmental and social boundaries. അപ്പം ഇത്രയും കാര്യങ്ങൾ urban ഏരിയാസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെഷേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. urban ഏരിയാസ് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ദെൻ അടുത്തതെന്ന് പറയുന്നത് പറഞ്ഞല്ലോ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റിയിലെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, പിന്നെ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റിയും കൂടിയാണ്. ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു urban സസ്റ്റൈനബിലിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി, ഓൾസോ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. Okay, economic sustainability is understood as the capacity and ability of a practice to be able to put local or region resource to productive use for the long-term benefit of the community without damaging or depleting the natural resource based on which it depends and without increasing cities' ecological footprint. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യാത്ത വിധത്തിലും ദെൻ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടും നമ്മൾ സസ്റ്റൈനബിലിറ്റി ജനറേറ്റ് ചെയ്യാം. ഓക്കെ,
Then social sustainability, which refers to the fairness, inclusiveness, and cultural adequacy of intervention to promote equal rights over the natural, physical, and environmental capital that supports the livelihoods and lives of local communities, with particular emphasis on the poor and traditionally marginalized groups. Cultural adequacy in the point towards the extent to which practice which respect cultural heritage and cultural diversity. Then ecological sustainability, which pertains to the impact of urban production and consumption of the integrity and health of the city, region, and global carrying capacity. This demands the long-term consideration of the relation between the environmental resources and services that demands exerted over them. Then provincial governments in the urban areas aims at shared spheres of prosperity. Last, sustainability is the political sustainability, which is required for the quality governance system which will guide the urban areas move towards the goal of attaining sustainability. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി, urban സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. ഈ ഓൾ ടുഗദർ എല്ലാ സസ്റ്റൈനബിലിറ്റി ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ urban ഏരിയാസ് സസ്റ്റൈനബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. നമ്മൾ റൂറൽ ഏരിയസിൽ നിന്ന് അർബൺ ഏരിയാസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പുഷ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ദെൻ പ്രിൻസിപ്പിൾസ്, 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ അർബൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Then നമ്മളെ measures, some of the measures to be practiced for making existing urban areas move towards the goal of sustainable urbanization. അപ്പം സസ്റ്റൈനബിൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടിപ്സ്, മെഷേഴ്സ് എന്തൊക്കെയാണ്, അർബൺ ഏരിയാസിൽ കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയാണ്, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സസ്റ്റൈനബിലിറ്റി, അർബൻ സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ സസ്റ്റൈനബിലിറ്റി പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിലിറ്റി മുഴുവൻ ഒരുമിച്ച് അറ്റ് എ ടൈം തന്നെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് ആൻഡ് എക്കോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി, എല്ലാ സസ്റ്റൈനബിലിറ്റിയും അറ്റ് എ ടൈം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സസ്റ്റൈനബിൾ അർബണൈസേഷനിലുള്ളത്.